ഫൈൻഡ് മീൻ. അപ്പോൾ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എടുത്തെഴുതാം. ഫൈൻഡ് ദ മീൻ, ഫൈൻഡ് മീൻ, കോമ വേരിയൻസ്, കോമ വേരിയൻസ്, കോമ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫോളോവിങ് ഡാറ്റ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫോളോവിങ് ഡാറ്റ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡാറ്റകളുടെ എന്ത് കാണണം? മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സോ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ഡാറ്റ അവർ തരും. ഡാറ്റ തന്നിട്ടുള്ളത് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് അങ്ങോട്ട് തന്നിട്ടുണ്ട്. ആ ക്ലാസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, 30-40. പിന്നെ ഒരു ക്ലാസ് എന്താണ്? 40-50, 40-50. അടുത്ത ക്ലാസ് 50-60, അടുത്ത ക്ലാസ് 60-70, അടുത്ത ക്ലാസ് 70-80, അടുത്ത ക്ലാസ് 80-90. അപ്പോൾ ഇവിടെ ക്ലാസ് ഇതിനകത്ത് 90-100. ലാസ്റ്റ് എന്താണ്? ഞാൻ ഇവിടെ എഴുതാം 90-100. ലാസ്റ്റ് ഇവിടെ ക്ലാസ്. ഇനി അതിലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് ആക്കണമായിരുന്നു ഞാൻ. സാരമില്ല. ഫ്രീക്വൻസി എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുള്ളത് 3, രണ്ടാമത്തെ ക്ലാസ്സിൽ 7, പിന്നെ 12, ഇവിടെ 15, ഇവിടെ തന്നിരിക്കുന്നത് 8, ഇവിടെ തന്നിരിക്കുന്നത് 3, ഇവിടെ തന്നിരിക്കുന്നത് 2. അപ്പോൾ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. മീൻ എങ്ങനെ കാണും? അപ്പോൾ നമുക്ക് ക്ലാസ് തന്നില്ലേ? ഈ ക്ലാസ്സുകളാക്കിയിട്ട് തരുമ്പോഴേ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ്സുകളുടെ 30-40 ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കള്ളി വരയ്ക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അവിടെ അടുത്ത സ്ലൈഡിൽ അത് എഴുതി വെക്കാം. നമുക്ക് ക്ലാസ്സുകൾ എന്താണ്? 30-40 ഉണ്ട്. പിന്നെ എന്തുണ്ട്? 40-50 ഉണ്ട്. 30-40, പിന്നെ 40-50, പിന്നെ 50-60, 60-70, 70-80, 80-90, 90-100. ഇതാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ ക്ലാസ്സുകളിൽ നിന്ന് നമുക്കിനി എന്ത് ചെയ്യണം? നമ്മുടെ XI എന്ന് പറയുന്നൊരു സംഭവവും കണ്ടുപിടിക്കാനുണ്ട്. അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 30-40 കൂട്ടുക, പകുതി എടുക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ XI വാല്യൂ കിട്ടാൻ 3-4 കൂട്ടിയ 7 അല്ലേ? 7ൻ്റെ പകുതി എന്താ? 3.5 അല്ലേ? അപ്പം 30-40 കൂട്ടിയ 70 അല്ലേ? 70ൻ്റെ പകുതി എന്താ? 35. 40-50 കൂട്ടിയ 90 അല്ലേ? 90ൻ്റെ പകുതി എന്താ? 45. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് വരുന്ന വാല്യൂ 50-60 എന്താ? 55. 60-70 എന്താ? 65. 70-80 എന്താ? കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പോൾ എത്രയാണ് വരിക? 75. 250 വരിക അതിൻ്റെ പകുതി. 80-90 എത്രയാണ് വരിക? അതിൻ്റെ 85. ഇനി 90-100 എത്രയാണ് വരിക? 95. അപ്പം നമുക്ക് എന്ത് കിട്ടി? XI വാല്യൂസ് കിട്ടി. അപ്പം ഇതുവരെ അതിനകത്ത് ഓക്കെയാണോ? മനസ്സിലായോ? സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. XI നമുക്ക് കിട്ടി. ഇനി അവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ആ ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസിയും നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. അപ്പം നമ്മൾ FI എന്ന് പറഞ്ഞിട്ടാണ് ഫ്രീക്വൻസിയെ നോക്കുന്നത്. FI എന്തൊക്കെയാണ്? ഫസ്റ്റത്തേത് 3 പിന്നത്തേത് 7 പിന്നത്തേത് 12 അപ്പം 3, 7, 12. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് 15, 8, 32. 15, 8. അപ്പോൾ 12 കഴിഞ്ഞാൽ 15, 8, 32. അപ്പോൾ നമുക്ക് 15, 8, 32. 15, 8, 32. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് XI, FI ഇവർ തമ്മിൽ ഗുണിക്കണം. XI, FI കണ്ടുപിടിക്കുക. XI, FI എന്താ? 35x3. അപ്പോൾ എന്താ വരുന്നത്? 35x3 നമുക്ക് കാൽക്കുലേറ്ററിൽ അടിക്കാൻ പെട്ടെന്ന് 100 സംതിങ് ആണല്ലോ വരുന്നത്. അപ്പം ഇതിനകത്ത് 35x3. അപ്പോൾ എന്താ വരുന്നത്? 105. അപ്പോൾ ഇത് 105 കിട്ടി. ഇനി 45x7 ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 45x7 അപ്പം വരുന്നത് 315. ഇനി 55x12 660. അടുത്തത് 65x15. എന്താണ്? 65x15
65 ഇൻറ്റു 15 975. അടുത്തത് 75 ഇൻറ്റു 8 75 ഇൻറ്റു 8 75 ഇൻറ്റു 8 600. അടുത്തത് 85 ഇൻറ്റു 3 85 ഇൻറ്റു 3 എത്രയാ 255. അടുത്തത് 95 ഇൻറ്റു 2 95 ഇൻറ്റു 2 എത്രയാ 190. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? XIFI കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ XIFI കിട്ടിയതിനെ എല്ലാം കൂടി എന്ത് ചെയ്യണം? അതിനകത്ത് കൂട്ടിയിട്ട് എവിടെ എന്തെങ്കിലും ചോദിച്ചോ? XIFI നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം അതിനെ നമ്മൾ സിഗ്മ XIFI എന്നാണ് പറയുക. XIFIയുടെ തുക സമ്മ് സിഗ്മ. അപ്പോൾ നമുക്കതെല്ലാം ആഡ് ചെയ്യാം. 105 + 305 എല്ലാം കൂടി ആഡ് ചെയ്ത് അതിനകത്ത് വാല്യൂ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. സോ 105 + 315 + 660 + 975 + 600 + 255 + 255 + then 190. ഫൈനലി 190. സോ 3100 എന്നാണ് അതിനകത്ത് പറയുന്നത്. സോ അങ്ങനെ അത് നമ്മൾ കൂട്ടിവെച്ചു. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് മീൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് മീൻ എന്നാണ്. മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മീൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ X-bar എന്നാണ് പറയുന്നത്. മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ FI ഉണ്ടല്ലോ, FIയെയും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിവെക്കണം. നമുക്ക് സിഗ്മ FI കൂടി വേണം. അപ്പം സിഗ്മ FI കൂടി നമുക്ക് വേണം. സിഗ്മ XIFI നമ്മൾ കൂട്ടിവെച്ചു. ഇനി FI നമുക്ക് കൂട്ടിവെക്കണം. FI എങ്ങനെയാണ് കൂട്ടുന്നത്? FI നമുക്ക് 3 കൂട്ടണം, +7 കൂട്ടണം, +12 കൂട്ടണം, +15 കൂട്ടണം, +8 കൂട്ടണം, +3 കൂട്ടണം. 8 കൂട്ടിയിട്ട് +3 കൂട്ടണം, +2 കൂട്ടണം. അപ്പം 50 വരുന്നത്. അപ്പം 10ഉം 22ഉം 32ഉം 32ഉം 37 37 40 40 50. അപ്പം 50 അതിനകത്ത് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ സിഗ്മ XIFIയുടെ വാല്യൂവിനെ സിഗ്മ FI കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പം 3100നെ ഈ FI 50 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 310/5 എന്ന് വരും. സോ ഒരു 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 310/5 എന്ന് പറഞ്ഞാൽ 62. സോ നമ്മുടെ മീൻ വാല്യൂ നമുക്ക് കിട്ടി. മീൻ വാല്യൂ എന്താണ്? 62 എന്നുള്ളതിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് മീൻ അവിടെ നിന്നോട്ടെ, അതിനെ X-bar എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. X-bar എന്താണ്? 62 ആണ്. ഓക്കെ. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് XI² കാണണം. ഓരോന്നിൻ്റെയും എന്ത് ചെയ്യണം? നമ്മുടെ സംഖ്യ ഉണ്ടല്ലോ ഈ XI, അതിൻ്റെ സ്ക്വയർ എടുത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ XI² കാണാം, ഓരോന്നിൻ്റെ സ്ക്വയറും കാണാം. അപ്പോൾ നമുക്ക് സ്ക്വയർ അടിച്ച് നോക്കാം. ഇവിടെ 35 × 35. അപ്പോൾ 35 × 35 എന്താ? 1200. ഇനി അടുത്തത് കാണുക 4. അപ്പോൾ 35 × 35 1225. 45 × 45 2025. അടുത്തത് 55 × 55 3025. അടുത്തത് 65 × 65 4225. അടുത്തത് 75 × 75 75 × 75 5625. അടുത്തത് 85 × 85 85 × 85 7225. അടുത്തത് 95 × 95 95 × 95 9025. സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? XI² കണ്ടു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഈ XI²നെ FI കൊണ്ട് വീണ്ടും ഗുണിക്കണം. അപ്പം നമുക്ക് അടുത്തത് എന്താണ്? XI² × FI. അപ്പം നമുക്ക് XI² ഇനി എന്ത് ചെയ്യണം? ഈ FI എന്ന് പറയുന്ന അതുകൊണ്ട് ഗുണിക്കണം.
അപ്പം നമുക്ക് 1225 ഇൻറ്റു 3 നമുക്ക് നോക്കാം. 1225 ഇൻറ്റു 3. അപ്പോൾ നിങ്ങൾ തെറ്റരുത്, ഈ FI കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ 1225 ഇൻറ്റു 3 FI കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഗുണിക്കേണ്ടത്. അത് മറക്കരുത്. 3675. ഇനി അടുത്തത് 2025-നെ 7 കൊണ്ട് ഗുണിക്കാം. 2025 ഇൻറ്റു 7 14175. 14175. ഇനി 3025-നെ 12 കൊണ്ട് ഗുണിക്കണം. 3025 ഇൻറ്റു 12 36300. 36300. ഇനി 4225-നെ 15 കൊണ്ട് ഗുണിക്കണം. 4225 ഇൻറ്റു 15 63375. ഇനി നമുക്ക് 5625-നെ 8 കൊണ്ട് ഗുണിക്കണം. അതായത് FI-നെ X 5625-നെ 8 കൊണ്ട് ഗുണിക്കണം. 5600 അതിനകത്ത് പലപ്പോഴും തെറ്റുന്നുണ്ടോ എന്ന് ഞാൻ 5625 ഇൻറ്റു 8 ഇതിനകത്ത് 4530. 4530. ദെൻ 7225-നെ 3 കൊണ്ട് ഗുണിക്കണം. 7225 ഇൻറ്റു 3 21675. ലാസ്റ്റ് നമ്മൾ 9025-നെ എന്തുകൊണ്ട് ഗുണിക്കണം, 2 കൊണ്ട് ഗുണിക്കണം. ഇൻറ്റു 2. അപ്പോൾ 18050. 18050. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം, സം എടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സിഗ്മ XI² FI ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം സം എടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കണം. അതിൻ്റെ എല്ലാം സം എടുക്കുമ്പോൾ 3675 പ്ലസ് 14175 പ്ലസ് 36300 പ്ലസ് 63375 പ്ലസ് 4530 പ്ലസ് 21675 21675 പ്ലസ് 18050 18050. ഇപ്പം 2,02,250. അപ്പം കിട്ടുന്നത് 2,02,250 അല്ല കിട്ടിയത്. സോ നമ്മുടെ കാൽക്കുലേഷനിലോട്ട് നമ്മൾ പോകുമ്പം എവിടെയായിരുന്നു, ഓക്കെ. സോ നമ്മുടെ സിഗ്മ വന്നിരിക്കുന്നത് 2,02,250. സോ ഞാൻ ചെയ്തത് കറക്റ്റാണ്, ഓക്കെ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, സിഗ്മ XI² FI കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഈ സിഗ്മ XI² FI-നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ FI വീണ്ടും എന്ത് ചെയ്യണം, എല്ലായിടത്തും അടിയിൽ എന്താണ്, സിഗ്മ FI ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, സിഗ്മ FI കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പം എത്ര അത് എത്ര കിട്ടും, ഇതിപ്പോൾ 2 ലക്ഷത്തി എത്ര വന്നു, 2,02,250 ബൈ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ സിഗ്മ FI-യുടെ തുക 50 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 ലക്ഷത്തി അതിനകത്ത് അതിലോട്ട് നമ്മൾ വരുമ്പം അതിനകത്ത് നമുക്ക് വാല്യൂസ് നോക്കുമ്പം അതിനകത്ത് നമുക്ക് കിട്ടുന്നത് 4045 ഡിവൈഡഡ് ബൈ 4045 എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ എന്താണ് നമുക്ക് കാണേണ്ടത്, വേരിയൻസ് ആണ്. വേരിയൻസ് എന്താണ്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. വേരിയൻസിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ അടുത്ത സ്ലൈഡിൽ എഴുതാം. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിഗ്മ XI² FI അത് കൂട്ടിയതിൻ്റെ സിഗ്മ തുക കണ്ടു. അതിനുശേഷം നമ്മുടെ FI-യുടെ തുക കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം എന്നറിയാമോ, നമ്മുടെ മീനിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് വേരിയൻസ് എന്ത് കിട്ടുന്നത്, സിഗ്മ² കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ വാല്യൂ നമ്മൾ സിഗ്മ FI² FI ഇവിടെ കൂട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 2,02,250. അതിനെ നമ്മൾ FI കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4045 കിട്ടി. അപ്പം 4000, അപ്പം നമുക്ക് എന്ത് ചെയ്തു, 2,02,250-നെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയതാണ് 4045.
ഈ 4045 നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻ എന്താണോ അതിൻ്റെ സ്ക്വയർ എടുത്ത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പം നമ്മൾ നേരത്തെ ഒരു മീൻ നമ്മൾ കണ്ടുവച്ചിരുന്നു 62. അത് XI ചെയ്തിട്ട് അതിനെ സിഗ്മ FI കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 62 മീൻ കിട്ടിയിരുന്നു. ആ 62 എന്ത് ചെയ്യണം, അതിൻ്റെ സ്ക്വയർ ഇതിൽ നിന്ന് അങ്ങ് കുറയ്ക്കണം. അപ്പം നമുക്ക് 4045 നിന്ന് 62ൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമുക്ക് 62ൻ്റെ സ്ക്വയറിലോട്ട് പോകുമ്പം നമുക്ക് വരുന്നത് 3844 ആണ്. സോ 3844 ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടി, വേരിയൻസ് കിട്ടി. എന്ത് കിട്ടി, വേരിയൻസ് ഈസ് ഈക്വൽ ടു 4045 നിന്ന് 3844 എന്ന് പറയുമ്പോൾ 201 ആണ്. അത് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസിനെ വിളിക്കുക. അത് 201 ആണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്തുകൂടി ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനിലോട്ട് നോക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ, SD കാണാൻ നിങ്ങൾക്ക് കിട്ടിയ വേരിയൻസിന് എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, വേരിയൻസിൻ്റെ റൂട്ടാണ്. അപ്പോൾ √201 എന്ന് വരും. സോ √201 നമ്മൾ പോകുമ്പം അതിനകത്ത് അതിൻ്റെ ആൻസറിലോട്ട് നമ്മൾ എത്തി എന്നുള്ളതാണ്. 14 ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 14.18 എന്നുള്ള വാല്യൂ ആണ് അതിനകത്ത് വരുന്നത്. സോ മീൻ 62 കിട്ടി, വേരിയൻസ് 201 കിട്ടി. SD എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. സിഗ്മ സ്ക്വയർ 201, സിഗ്മ അതിൻ്റെ റൂട്ടാണ്. അപ്പോൾ SD സിഗ്മയും നമുക്ക് കിട്ടി 14.18. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 6 മാർക്കാണ് നിങ്ങൾ തൂക്കിയെടുക്കുക. ഇത് ഇതേപോലെയാണ് അതിനകത്ത് ചോദിക്കാറുള്ളത്. പക്ഷേ ഇതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്ന് കാണാറുണ്ട്. അതെല്ലാം നമുക്കിവിടെ ചെയ്യാം. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ്. അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡാറ്റ തന്നു. ഡാറ്റ ഇതാണ്: 3465 3465 5 38175 38175 346. അപ്പം അതിനകത്ത് 1 2 3 4 5 6 7 8 9 10 ഡാറ്റകൾ അതിനകത്ത് തന്നു. അപ്പം നിങ്ങൾക്ക് തന്നു ഇങ്ങനെ. എന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു, വേരിയൻസ് കാണാൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ, ഇനിയിപ്പം മീൻ കാണാനും പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഫൈൻഡ് മീൻ കാണാനും പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ നമുക്ക് ഒരു ക്ലാസും അല്ലെങ്കിൽ ഒരു വാല്യൂസും ഒരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വാല്യൂസ് എഴുതി, ഫ്രീക്വൻസി എഴുതി കൂട്ടി. എന്നിട്ട് വാല്യൂസും ഫ്രീക്വൻസിയും തമ്മിൽ XI FI ചെയ്തു. ആ XI FIനെ FI കൊണ്ട് അരിച്ച് മീൻ കണ്ടെത്തി. പിന്നെ XI സ്ക്വയർ കണ്ടു. ആ XI സ്ക്വയറും FIയും തമ്മിൽ ഗുണിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്തു, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ സം എടുത്തു. അതിനെ വീണ്ടും FI കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് കിട്ടുന്ന വാല്യൂന്ന് മീനിൻ്റെ സ്ക്വയർ കണ്ടിട്ട് കുറച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി, വേരിയൻസ് കിട്ടി. അതിൻ്റെ റൂട്ട് എടുത്തു. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അങ്ങനെ ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും അറിയാമോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മളങ്ങ് ഡാറ്റ എഴുതി വെക്കാം. XI എന്താണ്? 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 8 ഉണ്ട്, 1 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, 8 7 5. അപ്പം ഇതിനകത്ത് ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ FI തരാറുണ്ടായിരുന്നു. ഇപ്പം FI ഇല്ല. അപ്പം FI നമുക്ക് വേണ്ട. FI ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, XI FI ആയിട്ട് ഗുണിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല, FI ഇല്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ ഉള്ളത്, XI സ്ക്വയർ കാണണമായിരുന്നു. അപ്പം നമുക്ക് XI സ്ക്വയർ കാണാം. 9 16 36 25 25 9 64 1 49 25. XI സ്ക്വയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സിഗ്മ എടുക്കണം. കാരണം ഇവിടെ FI ഒന്നും ഇല്ലല്ലോ ഗുണിക്കാൻ. അപ്പം നമ്മൾ ഇതിൻ്റെ സിഗ്മ XI സ്ക്വയർ എടുക്കുക. അപ്പോൾ സിഗ്മ XI സ്ക്വയർ എത്രയാണ് വരിക? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 9 16 അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനകത്ത് 9 16 36 25 25 9 64 1 49 25 അല്ലേ? കറക്റ്റ്. അപ്പോൾ അതിനെ സം എടുത്തു കഴിഞ്ഞാൽ എത്രയാ? കാൽക്കുലേറ്ററിൽ നമ്മൾ സം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 259. എത്രയാണ് വരുന്നത്? 259.
ഇനി നമ്മളിത് ടോട്ടൽ FI ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എത്ര എണ്ണമുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഇത് 1 2 3 4 5 6 7 8 9 10 എണ്ണമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ആ ഒരു നമ്പർ കൊണ്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 259/n എന്ന് പറയുമ്പോൾ എത്ര വരും? അതിനകത്ത് 289 10, അപ്പോൾ 25.9 എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം സിഗ്മ xi സ്ക്വയർ എന്ത് കിട്ടി? 200. അപ്പൊ അതിനകത്ത് നമ്മൾ വേരിയൻസ് എങ്ങനെയാ കാണുക? ഇതിനകത്ത് നിന്ന് വേരിയൻസ് കാണുന്നത് നേരത്തെ ചെയ്ത പോലെ അവിടെ FI ഒന്നും ഇല്ലല്ലോ. അപ്പൊ സിഗ്മ xi സ്ക്വയർ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, മൈനസ് അതിൽ നിന്ന് എന്ത് ചെയ്യുക, മീൻ കാണണം. മീൻ എങ്ങനെയാ ഇപ്പോൾ ഒരു വാല്യൂവിന്റെ കാണുക? മീൻ കാണാൻ ഇപ്പൊ ഒരു ഡാറ്റ ഒന്നും തന്നിട്ടില്ല, അപ്പൊ ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം കൂടി മീൻ എങ്ങനെ കാണാം? മീൻ x ബാർ ഈക്വൽ ടു എല്ലാം കൂടി കൂട്ടുക, 3 4 6 എല്ലാം കൂടി കൂട്ടിയാൽ 47 എന്നാണ് അതിനകത്ത് വരുന്നത്. 47 നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്പർ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അപ്പം മീന് 4.7 ആണ് വരിക. അപ്പം മീനിന്റെ സ്ക്വയർ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേരിയൻസ് കാണുമ്പോൾ നമ്മൾ സിഗ്മ xi സ്ക്വയറിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഇതിന്റെ സ്ക്വയർ നമ്മൾ കുറയ്ക്കണം. അപ്പം നമുക്ക് എന്താ അതിനകത്ത് നിന്ന് കിട്ടുന്നത്? നമുക്ക് ഇവിടെ 225.9 മൈനസ് ഈ 4.7 ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. 225.9 4.7ന്റെ സ്ക്വയർ വരുന്നത് 22.09. അപ്പൊ 22.09 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് വാല്യൂസ് കിട്ടുന്നത് കാൽക്കുലേറ്ററിൽ അതിന്റെ വാല്യൂസ് 25.9 22.09 എന്ന് പറയുമ്പോൾ 3.8. ഇനി വേരിയൻസ് ഇപ്പൊ ഇതാണ് സിഗ്മ സ്ക്വയർ, ഇതാണ് വേരിയൻസ് വേരിയൻസ്. ഇനി നമുക്ക് വേരിയൻസ് അല്ല, നമുക്ക് SD ആണ് ചോദിച്ചതെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കണം. SD എന്ന് പറഞ്ഞാൽ സിഗ്മ, റൂട്ട് എന്താണ്? റൂട്ട് 3.8. അപ്പം അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് എത്രയാ വരുന്നത്? 1.95 എന്നുള്ള വാല്യൂ ആണ് അതിനകത്ത് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഓക്കെ, ഇത് മനസ്സിലായോ? വേരിയൻസ് മുതൽ, അതായത് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ നമുക്ക് എന്തുണ്ടായിരുന്നു? ഇവിടെ നമുക്ക് FI എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം FI ചെയ്തിട്ടുണ്ടായിരുന്നു. xi സ്ക്വയർ ചെയ്തു, എന്നിട്ട് FI കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് അതിന്റെ സം എടുത്തു. എപ്പോഴും അതിനകത്ത് ഒരു FI വരാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്തവണ FI തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആകെ ഈ ഒരു സ്റ്റെപ്പ് xiയുടെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. xi ഒരുമിച്ച് എഴുതി, അതിനെ കൂട്ടി എഴുതി. അതുപോലെ xi സ്ക്വയറും നമ്മൾ ചെയ്തു, അതിനെയും കൂട്ടി എഴുതി. പിന്നെ ഇവിടെ FI ഇല്ല, അതിന് പകരം നമ്മൾ ഈ നമ്പർ എണ്ണി. ആ നമ്പറാണ് ഇവിടുത്തെ എണ്ണം എന്ന് പറയുന്നത്, ഫ്രീക്വൻസിയുടെ ബദലായിട്ട്. അപ്പം അത് നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ. ബാക്കി xi സ്ക്വയർ FI ഇല്ലല്ലോ. അപ്പൊ നമ്മൾ xi സ്ക്വയർ ചെയ്തിട്ട് അതിനെ FI എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പറാണ്, ഈ ടോട്ടൽ എണ്ണമാണ്, 10 എണ്ണമാണ്. ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൈനസ് മീൻ എങ്ങനെയാ കാണുക ഈ കേസിൽ? ഇവിടെ FI ഉണ്ടാകുമ്പോൾ FI ചെയ്തിട്ട് FI കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ അങ്ങനെയില്ല, ചുമ്മാ xiകൾ സിഗ്മ xi എടുത്തിട്ട് xi എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ ഡിവൈഡ് ചെയ്യും. FI ഇല്ല, അപ്പൊ ആ n. അപ്പം ഇതേ സംഭവം തന്നെയാണ് വരുന്നത്. FIയുടെ സ്ഥാനത്തൊക്കെ ഒരു n ആണ് അവിടെ. നമുക്ക് FI ഗുണിക്കേണ്ട ആ സമയത്തൊക്കെ FI വേണ്ട, FI താഴെ വരുന്നിടത്തൊക്കെ ഒരു n ഇടും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ പറയുമ്പം ഇതിനകത്ത് നോക്കുക, നമ്മൾ എന്ത് ചെയ്തു? xi കിട്ടി, നമുക്ക് ഒരു വാല്യൂസ് ഇങ്ങനെ മാത്രം തന്നു, ഫ്രീക്വൻസി ഒന്നുമില്ല. അപ്പൊ നമ്മൾ മീന് കണ്ടുപിടിക്കാൻ ആ ഡാറ്റ തന്ന ഡാറ്റയെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 47 ടോട്ടൽ ബൈ 10. ഇനി വേരിയൻസ് കാണാൻ എന്ത് ചെയ്യണം? xi സ്ക്വയർ എടുക്കണം, xi സ്ക്വയർ കൂട്ടണം, അതിന് ആ നമ്പർ 10 എണ്ണം ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈനസ് മീനിന്റെ സ്ക്വയർ അതിന്ന് മൈനസ് ചെയ്യാം. മനസ്സിലായി? അപ്പൊ ഇത് അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ രീതിയിൽ ചിലപ്പം ചോദിക്കാം. ഇനി അതിനകത്ത് നിന്നും അപ്പം നിങ്ങൾക്ക് ആ ഒരു സംഭവം മനസ്സിലായി. അപ്പം ഇങ്ങനെയും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതല്ലാണ്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം.